പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കുർബാന അനുഭവ ധ്യാനത്തിൻ്റെ 39-ാം ദിനത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം. നാം രണ്ടാം ഗഹന്ത പ്രാർത്ഥനയും അതിൻ്റെ അനുബന്ധമായി ആലപിച്ച ഓശാന ഗീതവുമാണ് ഇന്നലെ ധ്യാനിച്ചത്. ഇന്ന് നമ്മൾ മൂന്നാം ഗഹന്ത പ്രാർത്ഥന അല്ലെങ്കിൽ പ്രണാമജപത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഗഹന്ത പ്രാർത്ഥന, പ്രണാമജപം എന്നൊക്കെ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ഒരു സാധാരണക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർമ്മിക്കുക, നമുക്കിതൊന്ന് പഠിച്ചാൽ കുറച്ചും കൂടി ഒരു അനുഭവം കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ പ്രണാമജപം 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൻ്റെ മധ്യത്തിൽ കൂദാശാവചനങ്ങൾ അല്ലെങ്കിൽ കുർബാന സ്ഥാപിച്ച വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ ചില ദൈവശാസ്ത്ര ചിന്തകൾ വേദപുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ മുൻപിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഒരു പക്ഷേ ആത്മീയമായിട്ട് മറ്റു ദിവസങ്ങളിൽ ധ്യാനിച്ചതുപോലെയുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ അഭിഷേകം നിറയില്ല എങ്കിലും ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒരു അഭിഷേകമായിട്ട് നിറയണം. മൂന്നാം ഗഹന്ത പ്രാർത്ഥനയിലൂടെ ഈശോയിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളുമാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. ഒന്നാമത്തേത് ത്രിയേക ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ, രണ്ടാമത്തേത് പിതാവായ ദൈവം പ്രത്യേകമായിട്ട് നൽകിയ അനുഗ്രഹങ്ങൾ, മൂന്നാമത്തേത് രക്ഷകനായ ഈശോയിലൂടെ കിട്ടിയത്. അതിൻ്റെ ആരംഭം എങ്ങനെയാണ്? കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. മലാഹമാർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും, അവിടെയൊക്കെ അല്പം ഒരു ദൈവശാസ്ത്രപരമായ വാക്കുകളൊക്കെ ഉണ്ട്. അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. പക്ഷെ അതിനുശേഷം ചൊല്ലുന്നത് എന്താണ്? ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ തന്നെ ശൂന്യവൽക്കരിച്ച ക്രിസ്തുവിനെ കുറിച്ചാണ്. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച്. അപ്പം ഇതൊക്കെ പറയുമ്പോൾ ആ രക്ഷാകര സംഭവങ്ങളൊക്കെ നമ്മൾ ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് കൂദാശാവചനങ്ങൾ നാം ചൊല്ലുന്നത്. ഈ കൂദാശാവചനങ്ങൾ ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ സ്ഥാപന വിവരണം അച്ഛൻ പ്രത്യേകിച്ചും അല്പം ഭംഗിയായി സംഗീതാത്മകമായിട്ടൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങനെ ജ്വലിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ജ്വലിക്കുമ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: അതിൻ്റെ ദൈവശാസ്ത്രപരമായ അല്ലെങ്കിൽ വേദപുസ്തകപരമായ പ്രത്യേകതകൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. സ്ഥാപന വിവരണത്തിൽ അപ്പവും വീഞ്ഞും മാറി മാറിയാണ് ആശീർവദിക്കുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമ ചിന്തയിൽ ജീവന്റെ ഇരിപ്പിടം എന്ന് പറയുന്നത് രക്തമാണ്. രക്തം മാംസത്തിൽ നിന്ന് വേർതിരിച്ചാൽ മാത്രമേ പൂർണ്ണമായും കൊല്ലപ്പെട്ടു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സ്ഥാപനവാക്യങ്ങളിൽ ആദ്യം അപ്പത്തിലും പിന്നീട് വീഞ്ഞിലും വേർതിരിച്ച് ആശീർവാദ പ്രാർത്ഥന നടത്തുന്നത്. അതായത് യേശുവിൻ്റെ മരണം പ്രതീകാത്മകമായി അവതരിപ്പിക്കുകയാണ്. കാരണം രക്തം തീരുന്നതോടുകൂടി ജീവൻ ഇല്ലാതാകുന്നതോടുകൂടി ജീവൻ നിലയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശോ സഹിയോൻ ഊട്ടുശാലയിൽ മർക്കോസിൻ്റെ മാളികമുറിയിൽ കുർബാന സ്ഥാപിച്ചു. പക്ഷെ നമ്മളിവിടെ ഓർമ്മിക്കുന്നത് ആ സ്ഥാപന വിവരണം ഒപ്പം കാൽവരിയിലെ മരണവും കൂടി നമ്മൾ ഓർമ്മിക്കണം. എങ്കിൽ മാത്രമേ ഈ കുർബാന അനുഭവമായിട്ട് മാറുകയുള്ളൂ. അതായത് പെസഹ ബലിയും കാൽവരി ബലിയും ഒന്നു തന്നെയാണ്. ഒരിക്കൽ ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു. ഞാൻ ഇനി അതിൻ്റെ ഒരു ദൈവശാസ്ത്രപരമായൊരു വിവരണം നിങ്ങൾക്ക് തരാം. അതായത് അവരുടെ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയിലാണ് അന്ന് അവർ പെസഹ ആചരിച്ചിരുന്നത്. നീസാൻ മാസം 14-ാം തീയതിയാണ് അത് ആചരിക്കുന്നത്. പക്ഷെ 4 ദിവസം മുൻപേ ഒരുങ്ങും. ഊനമറ്റ ഒരു കുഞ്ഞാടിനെ കൊണ്ടുവരും. അതിനെ അവർ റോസ്റ്റ് ചെയ്യും. എന്നിട്ട് അവർ ഒന്നിച്ച് ഭക്ഷിക്കുകയാണ്. വൈകുന്നേരം 6 മണിക്കാണ് ഒരു ദിവസം തുടങ്ങുന്നത്. 6 മണി മുതൽ രാത്രി 12 മണി വരെ ഈ റോസ്റ്റഡ് ലാംബ് അല്ലെങ്കിൽ പൊരിച്ചെടുത്ത ഈ ആടിനെ പുളിപ്പില്ലാത്ത അപ്പത്തോട് ചേർത്ത് 4 കപ്പ് വീഞ്ഞ് ഉപയോഗിച്ച് അവർ കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കമായിട്ടാണ് ഒരു അടിമ വന്ന് കാല് കഴുകുന്നതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇനി ശ്രദ്ധിക്കാം, ഈശോയും ശിഷ്യന്മാരും വരുമ്പോൾ അത് അവരുടെ രീതി അനുസരിച്ച് എന്താണെന്നറിയാമോ? അവരുടെ രീതി അനുസരിച്ച് അവിടെ ഒരു ടേബിൾ അവർ തയ്യാറാക്കിയിരിക്കും, ഒരു മേശ. ആ മേശയ്ക്ക് യു ഷേപ്പ് ആയിരിക്കും ഉള്ളത്. യു എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു വശം ഫ്രീ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വലതുവശത്ത് അവർ ഒരു സീറ്റ് ഒഴിച്ചിടും. ഇടതുവശത്ത് ഏറ്റവും ബഹുമാനിക്കുന്ന ആൾക്ക് വേണ്ടി ഉള്ള ഒരു സീറ്റാണ്. ഇനി ശ്രദ്ധിക്കുക,
ആ വലതുവശത്തുള്ള സീറ്റ് ഒഴിച്ചിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? അത് മിശിഹായ്ക്ക് വേണ്ടിയാണ് ഒഴിച്ചിടുന്നത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ആ സീറ്റ് ഒഴിച്ചിട്ടില്ല. 12 ശിഷ്യന്മാരും പിന്നെ ഈശോയ്ക്ക് അവിടെ സീറ്റ് അറേഞ്ച് ചെയ്തിരുന്നു. കാരണം വരുവാനിരിക്കുന്ന മിശിഹായ്ക്ക് വേണ്ടിയാണ് ഒഴിച്ചിട്ടിരുന്നതെങ്കിൽ ഇവിടെ 13 കസേര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 14ാമത് ഇട്ടിരുന്നില്ല. ഒരു സീറ്റാണ് വേക്കൻ്റ് ആയിട്ട് ഇടേണ്ടത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പത്രോസ് പറഞ്ഞല്ലോ. ഇനി ഇടതുവശത്ത് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെയാണ് സാധാരണ ഇരുത്താറുള്ളത്. ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ ആ ഗസ്റ്റ്, അല്ലെങ്കിൽ വീട്ടിലെ ഏറ്റവും ഇളയ ഒരു കുഞ്ഞ്. ഈശോ അർപ്പിച്ച ആ പെസഹാ ബലിയിൽ ഇടതുവശത്ത് ഇരുന്നത് യൂദാസ് ആണെന്നുള്ളത് ഓർമ്മിക്കണം. ആദ്യം ഇടതുവശത്താണ് കൊടുക്കുന്നത്. ഈശോ തന്നെ ദിവികാരുണ്യമാക്കി മാറ്റിയപ്പോൾ ആദ്യം കൊടുത്തത് യൂദാസിനെയാണ്. ഇനി നമ്മൾ ഓർമ്മിക്കണം, ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നീസാൻ മാസം 13-ാം തീയതി 6 മണിക്കാണ് ഇവർ ഒന്നുചേരുന്നത്. യേശുവും ശിഷ്യന്മാരും കൂടി വരികയാണ്. 10 ശിഷ്യന്മാരും കൂടി വരികയാണ്. 2 പേരെ നേരത്തെ അയച്ചിരുന്നല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ അവരുടെ രീതി അനുസരിച്ച് ആദ്യം ഒരു മൃഗത്തെ കൊന്ന ശേഷം ആ മൃഗത്തെ കഴിക്കും. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? ഈശോ ആ ക്രമം മാറ്റി. കാരണം അർപ്പിക്കപ്പെടേണ്ട കുഞ്ഞാട് അഥവാ ബലിവസ്തു എന്ന് പറയുന്നത് ഈശോയാണ്. ഈശോയെ കൊന്നാൽ പിന്നെ കുർബാന നടക്കുകയില്ലല്ലോ. അതുകൊണ്ട് അവർ ആദ്യം പെസഹ ഭക്ഷിച്ചു, പിന്നീട് കുഞ്ഞാടിനെ ബലിയായി അർപ്പിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. യഹൂദന്മാര് പെസഹ ആചരിക്കുമ്പോൾ ആദ്യം ഒരു കുഞ്ഞാടിനെ കൊല്ലും, അതിനുശേഷം അവർ ഒന്നിച്ചിരുന്ന് ആ കുഞ്ഞാടിനെ ഭക്ഷിക്കും. ഇവിടെ എന്ത് ചെയ്തു? ഈശോ എന്ത് ചെയ്തു? അപ്പം കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു? കുഞ്ഞാടിനെ കൊന്നില്ല. കാരണം ഈശോയാണ് കുഞ്ഞാട്. അതായത് പെസഹ ബലിയും കാൽവരി ബലിയും ഒന്നാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈശോ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. എന്ന് ചോദിച്ചാൽ നമ്മളത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ കുർബാനയുടെ അഭിഷേകം നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഈശോ രക്തം ചിന്തി അർപ്പിച്ച ബലി, രക്തം ചിന്തി നമുക്കിനി തുടരാൻ ആവില്ല. കാരണം ഓരോ കുർബാനയ്ക്കകത്തും ഈ രക്തം ചിന്തി അർപ്പിക്കാനാവില്ല. അതുകൊണ്ട് രക്തം ചിന്താതെ കുഞ്ഞാടിനെ കൊല്ലാതെ സിഹിയോനിൽ അർപ്പിക്കുകയും ആ ബലി കാൽവരിയിൽ അത് പൂർത്തിയാക്കുകയും സിഹിയോനിൽ അർപ്പിച്ച ബലി തുടരുവാൻ വൈദികരെ ഈശോ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായിട്ട് വൈദികരെ ഈശോ അഭിഷേകം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് എന്താണ്? ദുഃഖവെള്ളിയിൽ രക്തം ചിന്തി അർപ്പിച്ചത് തലേ ദിവസം പെസഹ വ്യാഴാഴ്ച രക്തം ചിന്താതെ കൗദാശികമായിട്ട് ഈശോ അർപ്പിച്ചു. വ്യാഴാഴ്ച അർപ്പിച്ച ബലിയിലൂടെ വെള്ളിയാഴ്ചത്തെ ബലിയിലെ അനുഗ്രഹങ്ങൾ കിട്ടുവാൻ ഈശോ ഇതാ നമുക്ക് വേണ്ടി ഒരുക്കി. പ്രിയപ്പെട്ടവർ, ഞാനിന്ന് പറഞ്ഞത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ദൈവശാസ്ത്രം അല്ലെങ്കിൽ ഈ ബൈബിൾ ചിന്ത നിങ്ങളോട് പങ്കുവെക്കാതെ ഒരിക്കലും കുർബാന നിങ്ങൾക്ക് അനുഭവമായി മാറുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പങ്കുവെച്ചത്. എനിക്ക് കുറെ കൂടി ലളിതമായ കാര്യങ്ങളിലേക്ക് പോകാമായിരുന്നു. അതായത് ഈശോ നമുക്ക് വേണ്ടി കുർബാന അർപ്പിക്കുവാൻ എന്തുമാത്രം ത്യാഗം സഹിച്ചു. ഈ കുർബാന നമുക്ക് സിഹിയോൻ ഊട്ടുശാലയിൽ അർപ്പിച്ച ബലി തുടർന്നുകൊണ്ട് പോകുന്നതിന് വേണ്ടി ഈശോ ആദ്യം രക്തം ചിന്താതെ അർപ്പിച്ച ബലിയെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ കുർബാന എത്രമാത്രം ഈശോ ത്യാഗം സഹിച്ച് നമുക്ക് വേണ്ടി ഒരുക്കി എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഈ സ്ഥാപനവാക്യങ്ങൾ വൈദികൻ ചൊല്ലുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് പെസഹ അല്ലെങ്കിൽ സിഹിയോൻ ഊട്ടുശാലയിൽ അർപ്പിച്ച ബലിയുടെ ഓർമ്മകളും അതോടൊപ്പം തന്നെ പിറ്റേ ദിവസം കാൽവരിയിൽ ഈശോ ബലിയായിത്തീർന്ന ആ സംഭവവും ഒരുപോലെ നമ്മൾ അനുസ്മരിക്കണം. ആദ്യമേ ഈശോ യൂദാസിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ഓർമ്മിക്കണം എത്രമാത്രം ഈശോ യൂദാസിനെ സ്നേഹിച്ചു. ഏറ്റവും പ്രിയപ്പെട്ടവനെ അടുത്തിരുത്തിയിട്ട് യൂദാസിൻ്റെ ഇടതുവശത്ത് ഏറ്റവും പ്രിയപ്പെട്ടവന് വേണ്ടി സീറ്റൊരുക്കി യൂദാസിനെ അവിടെ ഇരുത്തിയ ശേഷം കുർബാന കൊടുത്തുവെങ്കിൽ നമുക്കും നമ്മെ വേദനിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കാനായിട്ട് ഉള്ള ഒരു മാതൃക ഈശോ തരികയായിരുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം. ഇതാണ് നമുക്ക് ജീവൻ നൽകുവാനും
അത് സമൃദ്ധമായി നൽകുവാനും വന്ന ഈശോയെ നമ്മളിവിടെ ഓർമ്മിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സും ഹൃദയവും ഒരുപോലെ സിഹിയോനിലേക്കും കാൽവരിയിലേക്കും പോകണം. അച്ഛൻ കൂദാശവചനങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ആ കൂദാശവചനങ്ങളിലെ പ്രാർത്ഥനകളൊക്കെ നമുക്ക് പരിചിതമായതുകൊണ്ട് ആ പ്രാർത്ഥനയിലേക്ക് ഒരു നിമിഷം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മറിച്ച് നമ്മുടെ മനസ്സും ഹൃദയവും ഒക്കെ സിഹിയോൻ ഊട്ടിസാരിയിലേക്കും കാൽവരിയിലേക്കും പോകണം. പാപത്തിന് മരിച്ച് പാപത്തോട് ഹൃദയത്തിൽ പൂർണ്ണമായും വിട പറഞ്ഞ് ഈശോയ്ക്ക് സമ്പൂർണമായും സമർപ്പിക്കുന്ന ഒരനുഭവം. പിതാവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത രാത്രി എന്ന പ്രയോഗം. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിലാണ് ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തത്. നമ്മുടെ ജീവിതവും ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്ന ജീവിതമാണ്. ഈശോ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. പിതാവ് ഈശോയെ പട്ടാളക്കാർക്കും യഹൂദ പ്രമാണികൾക്കും ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ, ദൈവമേ നീ ചിലപ്പോഴെങ്കിലും എന്നെയും അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും. ആ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ എല്ലാവരെയും സ്നേഹിച്ചതുപോലെ, ദൈവത്തിന് നന്ദി പറഞ്ഞതുപോലെ ഈ കുർബാനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂദാശവചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ആ വൈദികൻ ഉച്ചരിക്കുമ്പോൾ ആ സ്ഥാപന വാക്യങ്ങൾ ഉച്ചരിക്കുന്ന അവസരത്തിൽ കർത്താവേ, ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സുകളിലേക്ക് സിഹിയോൻ ഊട്ടുശാലയും കാൽവരിയും കടന്നു വരട്ടെ. ഒരേ സമയം സിഹിയോൻ ഊട്ടുശാലയെ ഓർമ്മിക്കാനും അതേസമയം കാൽവരിയിലെ മരണം ഓർമ്മിക്കുവാനും ഈശോ പ്രിയപ്പെട്ട യൂദാസിന് അപ്പം എടുത്തു വാഴ്ത്തി പിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് കൊടുത്തത് ഓർത്തുകൊണ്ട് ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളെ ആശീർവദിക്കണമേ. അവിടുത്തെ തിരിച്ചോറുകൊണ്ട് എല്ലാ മക്കളെയും മുദ്ര ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പാവനാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.